ബാക്ക് ടു നില നേരം. അപ്പം നമ്മളിത് പ്രേയറും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫിലിമിന് പോയാലോ? തുടരും എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ പുതിയ ഫിലിം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഫിലിമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പോവാം, ലെറ്റ്സ് ഗോ. അങ്ങനെ മാച്ച് കണ്ടുകൊണ്ടിരുന്ന വിവിനെയും കുത്തിപ്പൊത്തിക്ക് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇന്ന് CSKൻ്റെ മാച്ചാണ്. അതുകൊണ്ട് വിവിക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം നാളെ നമുക്ക് ലീവാണല്ലോ. അപ്പം നമ്മുടെ ഷോ ഇന്ന് വന്നിട്ട് 10:45 കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ട് കുറച്ച് ഇവിടെ നിന്നൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് നേരെ മോളിലേക്ക് പോകുന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ ഡെയിലി കറങ്ങാൻ ഇറങ്ങുന്ന എൻ്റെ ഓഫീസ് റൂട്ടിലാണ് കേട്ടോ. അവിടെ ആകുമ്പം കുറേ ആൾക്കാരും ഉണ്ടാവും, ഇടയ്ക്കൊക്കെ പോലീസും ഒക്കെ നിൽക്കാറുണ്ട്. അപ്പം നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് റൗണ്ടൊക്കെ അടിച്ചിട്ട് നേരെ ശരവണമ്പട്ടി വഴി പ്രോസോൺ മോളിലാണ് കേട്ടോ ഞങ്ങൾ ഫിലിമിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അന്നൊന്ന് ഫൺ മോളിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് പഴയ ഒരു തിയേറ്റർ ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ കുറച്ച് മോശമില്ല. ഈ കാണുന്നത് ഒരു പളനി മലയാണ്. പളനിയല്ല, ഒരു മുരുകൻ മലയാണ് കേട്ടോ. എനിക്കത് ഏത് അമ്പലമാണെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും ഈ വഴി ഞങ്ങൾ റൗണ്ട് അടിക്കുമ്പോഴും കാണാറുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ മോളിലെത്തി. പ്രോസോൺ മോളിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ മോളിൻ്റെ ഔട്ട്ലുക്ക് വന്നിട്ട്. ഈ മോളിൽ തന്നെ കേട്ടോ സ്പാറിൻ്റെ സൂപ്പർ മാർക്കറ്റും ഉള്ളത്. ഞങ്ങൾ അന്ന് കാണിച്ചിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ ഞങ്ങൾ അന്ന് ഷോപ്പ് ചെയ്ത സ്റ്റുഡിയോവും ഇതേ മോളിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, ഏകദേശം ഒരു 5 കിലോമീറ്റർ അങ്ങാണ്ട് ഉണ്ടാവുള്ളൂ ഈ ഒരു മോളിലേക്ക്. പിന്നെ ഞങ്ങൾ നേരെ പോയി വണ്ടി പാർക്ക് ചെയ്തോട്ടെ. ഇവിടുത്തെ പാർക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ്ലി ഇപ്പം നമ്മളൊരു ഫിലിമിനൊക്കെ പോവുകയാണെങ്കിൽ 40 റുപ്പീസ് അങ്ങനെയാണ് കേട്ടോ നൈറ്റ് ടൈമിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് നേരെ മുകളിലേക്ക് പോയി. ഇത് നമ്മുടെ തിയേറ്റർ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റുഡിയോ, സ്പാർ, ട്രെൻഡ്സ്, പിന്നെ സൗച്ച്, അങ്ങനെ കുറേ ഡ്രസ്സിൻ്റെയും പിന്നെ കുറച്ച് കോസ്മെറ്റിക്സിൻ്റെയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി എപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്തല്ല എനിക്ക് 2 വാക്ക് സംസാരിച്ചേ മതിയാവും എന്നുള്ളത് കൊണ്ട് പിന്നെ ക്യാമറ കണ്ടപ്പോൾ ഞാൻ വെറുതെ വീണ്ടും നിങ്ങളെ ക്ഷണിച്ചു എന്നുള്ളൂ. നിങ്ങളെല്ലാവരും തുടരും കണ്ടതാണോ? ഞങ്ങൾ കുറച്ച് ദിവസമായി തുടരും കാണണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കണ്ണൂരും പളനിയും ഒക്കെ പോയിട്ട് വന്നതുകൊണ്ട് അധികം അങ്ങ് സമയം കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ ഈ മിനിസോ കാണുന്നത്. ഞാൻ കൊച്ചിയിലുള്ളപ്പോൾ മുതലേ പറയുക എനിക്ക് പോകണം, ഒന്ന് ഇത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ തിയേറ്ററിൻ്റെ ഫ്രണ്ട് വന്നിട്ട് എല്ലാവരും എൻട്രൊക്കെ ആവാൻ തുടങ്ങി. ഇവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് നമ്മൾ അമ്മമ്മേനെയും കൊണ്ട് തിയേറ്ററിലേക്ക് പോയതായിരുന്നു ഓർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡോണറ്റ് ഉണ്ടോയെന്നാണ് ഫസ്റ്റ് പോയി നോക്കിയത്. പക്ഷെ ഡോണറ്റ് ഇല്ല. പിന്നെ ഒന്നും നമ്മൾ ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും വാങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് ഡ്രിങ്ക്സും പിന്നെ ആ ചോക്കോ മൗസ് എന്ന് പറയുന്നില്ലേ, അതും കൂടെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിതൊക്കെ വാങ്ങിച്ച് സെറ്റ് ആയിരുന്നാലും തിയേറ്റർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സ്ക്രീൻ 3 ആയിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്നു. അപ്പോഴേക്കും സ്ക്രീൻ ഓപ്പൺ ആയി. ഞങ്ങളുടെ 3 എന്ന് പറയുന്നത് ആക്ച്വലി 10:45 ഫിലിമിന് 10:45 അവർ ഓപ്പൺ ചെയ്ത് തരുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ സീറ്റ് വന്നിട്ട് C സെക്ഷനിലായിരുന്നു. അപ്പോൾ ഈ BC എന്ന് പറയുന്ന സെക്ഷനിൽ ഭയങ്കര തണുപ്പ് കൂടുതലായിരുന്നു കേട്ടോ. പടം കാണുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ എൻ്റെ ഫീൽ ഇതൊരു ഫാമിലി ഗുഡ് മൂവി. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും കുറച്ചൊരു ടെൻഷൻ, അയ്യോ എന്തായിരിക്കും. പിന്നെ ക്ലൈമാക്സിൽ ആ സീനുണ്ടല്ലോ, അപ്പോഴാണ് ഒരു സമാധാനം വരുന്നത്.